ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞവർക്ക് ജനറൽ സർവീസ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, ബസ്സർ ഫിറ്റ് ചെയ്യണം. ഇത്രയും മെയിനായിട്ട് പറഞ്ഞവർക്ക്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ കുറേ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, അപ്പോഴൊന്നും പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണമോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് കയറ്റിയതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ്. അതുകൊണ്ടാണ് ബാക്ക് വീല് ഓൾറെഡി ഇപ്പോൾ നമ്മൾ അഴിക്കാത്തത്. അതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അഴിച്ച്. നിലവിൽ നമുക്കിപ്പോൾ കിടക്കുന്ന കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്താണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റും കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൊടിയുടെ അത് ക്ലച്ചും ബെൽറ്റും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കണം. ക്ലച്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. അതാണ് നമുക്ക് ക്ലച്ചിനകത്ത് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊന്നും നിലവിലില്ല. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ്ങിനായിട്ട് പഴിക്കേണ്ട ആവശ്യമില്ല. കാരണം സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളത് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അഴിക്കാതിരിക്കണതാണ് ബുദ്ധി കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന വണ്ടികളിലൊക്കെ ഓരോ കംപ്ലയിൻസുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും മേജറായിട്ടുള്ളൊരു പ്രോബ്ലം പെട്രോൾ ഓവർഫ്ലോ എന്നൊരു കംപ്ലയിൻറ്റാണ്. അത് കൂടുതലായിട്ട് ഓവർഫ്ലോ താഴേക്ക് ഇങ്ങനെ പെട്രോൾ ചാടി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരാനുള്ള സാധ്യത നിലവിലുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ കയറി അഴിക്കേണ്ട. കാരണം അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും. അപ്പോൾ എന്തെങ്കിലും ലക്ഷണം കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കാർബറേറ്ററിന് തൊട്ടാൽ മതി. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ റണ്ണിങ്ങിൽ ഓഫായി പോയോ അല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. ചുരുങ്ങിയത് നമുക്കൊരു 500-550 എക്സ്ട്രാ നമുക്ക് ചിലവ് തന്നെ കേസാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ഇപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് കയറി നമ്മളത് അഴിക്കേണ്ടതാണ് ദിവസം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായി പോയിട്ടുണ്ട്. അതേപോലെ ലിങ്കിൻ്റെ ബുഷും ഈ പറഞ്ഞ രീതിയിൽ കിടന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഈ സൈഡ് ചെറിയൊരു പ്ലേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോളറും മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടൈം ടയർ മാറ്റണ സമയത്ത് ഇപ്പോൾ ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് മാറുള്ളൂ. ഒന്നാമത് നമുക്കിപ്പോൾ ബാക്കിൽ യൂസ് ചെയ്ത മോഡൽ ടയർ ചൂസ് ചെയ്യാതിരിക്കാം. കാരണം ഓൾറെഡി അത് നമുക്ക് ഓടിക്കാനായിട്ട് റഫ്നെസ് ആയിരിക്കും. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഇനി ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലായാലും ബാക്കിലായാലും ടയറിൻ്റെ സൈസ് സെയിമാണ്. അതായത് 10 ഇഞ്ച് വീലാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. ആ തീരണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ടയർ ഡിസ്കേപ്പാടി അഴിച്ച് ബാക്കിലിടണം. ബാക്കിലത്തെ ഡിസ്കുമ്പോൾ പുതിയ ടയർ സെറ്റ് ചെയ്തതിന് ശേഷം അത് ഫ്രണ്ടിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറേ കൂടി വണ്ടി കംഫർട്ടായിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ആ പാളൽ വെട്ടൽ കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആ മോഡൽ ചൂസ് ചെയ്യാതിരിക്കുക പരമാവധി. ഇതിപ്പോൾ മാക്സിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ടയറാണ്. ഒന്നോരെ ഈ മോഡൽ കിട്ടുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ MRF അല്ലെങ്കിൽ അപ്പോളോയിൽ നല്ല മോഡൽ സാപ്പർ മോഡൽ ടയർ കിട്ടും. അത് ചൂസ് ചെയ്യുന്നതാണ് കുറേ കൂടി ബെറ്റർ. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിട്ടുന്ന ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം 13 വോൾട്ട് വരെയൊക്കെ കാണിക്കുന്നുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. അത്യാവശ്യം ഓയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്, പൊടിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഏകദേശം ഒരു 50 രൂപ താഴെ നമുക്ക് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. മിക്കവാറും നമുക്ക് വാട്ടർ സർവീസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു വർഷം പറ്റിയെന്ന് വരില്ല. കാരണം കുറച്ച് ലേറ്റായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കയറിയപ്പോൾ വെച്ച് വൈകിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ വർക്ക് നമുക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, വാഷിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ദിവസം സംശയമാണ്. അപ്പോൾ ഒന്നുകൂടെ വാട്ടർ സർവീസ് ചെയ്തിട്ട് മതി എന്നിട്ട് നമുക്ക് തിങ്കളാഴ്ച ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാവുന്ന രീതിയിൽ ചെയ്യാം. ഞാൻ അതല്ലെങ്കിൽ വാട്ടർ സർവീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് ലേറ്റായാലും വണ്ടി ബില്ലാക്കാവുന്നതാണ്. ഓക്കെ.